അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് കുഞ്ഞമ്മ തീട്ടിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുളക് കറി വെക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി തേങ്ങ അരച്ച കുട്ടി മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു മുളക് കറി നല്ല എരിവിൽ ഇതിലൊക്കെ വെക്കാം. അപ്പോൾ ചോറിലിങ്ങനെ നല്ല കട്ടിയില്ലാതെ ചോറിലിങ്ങനെ വെച്ച് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ എനിക്കുള്ള ഒരു 3 മീനും കൊടുത്ത് പൊരിച്ചിട്ട് ബാക്കിയുള്ള കായനിച്ച് അങ്ങനെ ഫ്രിഡ്ജ് വെച്ച് രാത്രി ചൂടുകൊടുങ്ങനെ കുട്ടികൾക്ക് പൊരിച്ച് കൊടുക്കാമല്ലോ. പിന്നെ മറ്റേത് കുറച്ച് അവറൊക്കെ കത്തിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാണ്ട് രാവിലെ അടിച്ചു വരിൻ്റെ അവിടെ കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വെയിലുണ്ടാവില്ല, ആ സമയത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എനിക്ക് നമുക്കില്ലേ വെയിച്ചല്ലൂരില്ലേ വെയ്യാന്ന് വിചാരിച്ചിട്ട് മുറ്റം നാളടിക്കുക, ഇന്നടിച്ചാൽ നാളടിക്കൂല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്നും ചെയ്യണ പണി എന്നും അതേപോലെ കറക്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടിച്ചു വരലും തുടക്കലൊക്കെ ചിലർ 2 ദിവസം കൂടുമ്പോൾ തുടക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നും നമ്മൾ ചെയ്യണത് അതേ രീതിയിലല്ല നമ്മൾ ചെയ്യൂട്ടോ. അത് എത്ര വയ്യാന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അത് ചെയ്യും കേട്ടോ. എന്താ പറയുക, പിച്ച നടന്നിട്ടാണെങ്കിലും അതിങ്ങനെ ചെയ്യും. അപ്പോൾ അത് മുറ്റും പരിസരമൊക്കെ അങ്ങനെ വൃത്തിയിൽ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു പണിയോടെ ബാക്കി വെച്ചാൽ നമുക്ക് എന്തോ ഒരു ഭാരമാണ് മനസ്സിൽ. അപ്പോൾ ഇതില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കട്ടോ. ഇപ്പോൾ യൂട്യൂബ് തുറന്ന മൊത്തം പ്രശ്നങ്ങളാണല്ലേ. ഒരാളെ പറ്റിയിട്ട് അത് പറഞ്ഞ്, മറ്റാളെ പറ്റിയിട്ട് ഇത് പറഞ്ഞ് ആകെ ചർച്ചയാണ് ഇപ്പോൾ ഇത് അല്ലേ. ഇത് കേൾക്കാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി നമ്മളൊരു മോശം പറയുമ്പോൾ അത് സത്യമാണോ ഇല്ലേന്ന് അന്വേഷിച്ചിട്ട് മാത്രം നമ്മളത് പറയാൻ നിൽക്കുക. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് നമ്മൾ അവരെ പറഞ്ഞാൽ നാളെ നമ്മളെ പറയാനും ആളുകളുണ്ടാവും. അത് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മൾ ഒരേ ജോലി എടുക്കുന്ന ആൾക്കാർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞിട്ട് എന്താ കാര്യം. ഒരാളെ പറ്റിയിട്ട് അത് പറയാം, മറ്റാളെ പറ്റിയിട്ട് ഇത് പറയാം, അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എല്ലാവരും ഇതിൽ നിന്ന് വരുമാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഒരുപാട് ആളുകളുണ്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വരുമാനമായിട്ട് വാങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ അരിയിൽ മണ്ണ് വാരിയിടുന്നതെന്ന് പറയുന്ന പോലെ അതിന് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മളെ ഇത് നോക്കിയിട്ട് നമ്മൾ പിന്നെ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിയാക്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ സത്യമൊക്കെ അറിഞ്ഞിട്ടാവും ചില ആളുകളൊക്കെ അതിൽ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. ചില ആളുകൾ ഒന്നും അറിയാതെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ സത്യം അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചാരുക. അല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ. സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സത്യമാണോ എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടെ. എൻ്റെ ഒരു കുഞ്ഞൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് എവിടെ എത്തൂല കേട്ടോ. അത് നമുക്കൊരു ഉപകാരത്തിന് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. സത്യമല്ലാത്ത കാര്യം കേട്ടോ. സത്യമാണെന്ന കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കണ്ട, നമുക്ക് വിളിച്ച് പറയാം. പക്ഷെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളങ്ങനെ വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ നല്ല റിച്ചായി കയറിയിട്ടൊക്കെ വരും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വരുമാനം നമുക്കത് ദഹിക്കൂല, സത്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതിൽ നിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം തോന്നിയാണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലേ. ഒരു യൂട്യൂബേഴ്സ് വേറെ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ചളിവാരി എറിയാന്ന് പറയണ പോലെ അല്ലേ. ഒരാൾ മറ്റാളെ പറ്റി പറയും, മറ്റാൾ ഇയാളെ പറ്റിയിട്ട് പറയും. ഇത് സംഭവം ഇവരൊക്കെ ചിലപ്പോൾ ഒരു ഒറ്റ കെട്ടായി നിൽക്കുന്ന ആൾക്കാരാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടുമ്പോഴാണ് ഇവർ തെറ്റി പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത്. അപ്പോൾ സ്വന്തം സത്യങ്ങൾ തന്നെയാവും ഇവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ഇതാണ് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ കേൾക്കണ ഒരു ഇതാണല്ലോ. പരമാവധി നമ്മൾ സത്യം അറിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരെ കാര്യം പറയാൻ ശ്രമിക്കട്ടെ. അപ്പം ഇന്ന് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം തോന്നിയാലായിട്ട് ഉൾപ്പെടുത്തുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. ഇപ്പം നമ്മളെ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ജീവിതത്തിലാണ് ഇപ്പോൾ പൊതുവെ ആണുങ്ങളൊക്കെ പറയും 3 പെണ്ണുങ്ങൾ, ഇപ്പോൾ 2 പെണ്ണുങ്ങളാണെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവരെ കുറ്റം പറയുമെന്ന് പറയും. അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ കാര്യം നോക്കി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരെ കഞ്ഞിയിൽ കൈയിട്ട് വരാൻ പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.